അറിയാത്ത അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ നിളാനദിയാണ്. MT വാസുദേവൻ നായരെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ഓർമ്മകളിൽ ഏറ്റവും മുന്നിലാണ് നിളയുടെ അഥവാ ഭാരതപ്പുഴയുടെ സ്ഥാനം. തൻ്റെ എഴുത്തുകളിലൂടെ മറ്റാർക്കും കഴിയാത്ത വിധം നിളയുടെ ഭംഗി അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. MTയുടെ തിരക്കഥകളിലൂടെ നിള തിരശീലയിൽ ഒരു കഥാപാത്രമായി മാറി. ഭാരതപ്പുഴയുടെ തീരവും വള്ളുവനാടൻ ഭാഷയും മലയാളികൾക്ക് പരിചിതമാക്കിയ ആദ്യ മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മുറപ്പെണ്ണ്. സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന സ്വന്തം ചെറുകഥയെ ആസ്പദമാക്കി MT തന്നെ തിരക്കഥ എഴുതിയ ആദ്യ ചിത്രം. കഥയുടെ പ്രധാന പശ്ചാത്തലം ഭാരതപ്പുഴയുടെ തീരവും അവിടെ ജീവിക്കുന്ന ഒരു കുടുംബവുമാണ്. കഥാപാത്രങ്ങളുടെ മനോവ്യതയ്ക്കൊപ്പം പുഴയും പ്രധാന കഥാപാത്രമായി എത്തി. മോഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ട നിസ്സഹായനായ നായകൻ പുഴയുടെ അനന്തതയിലേക്ക് നോക്കി പാടുന്ന ഗാനം ഓരോ മലയാളിയും ഏറ്റുപാടി. കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന പാട്ടിന് ഇന്നും ഏറെ ആസ്വാദകരുണ്ട്. എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുഴ വീണ്ടും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് എഴുതി കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. തുടർന്ന് MT എഴുതിയ ഇരുട്ടിന്റെ ആത്മാവിലും അസുരവിത്തിലും ഭാരതപ്പുഴയുടെ പശ്ചാത്തലമുണ്ടായിരുന്നു. നിളയുടെ തീരത്തുള്ള മലമൽക്കാവ് ക്ഷേത്രത്തിലെ വിശ്വാസമാണ് തൃപ്പടിയിൽ പണം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സത്യമെങ്കിൽ അമ്പലക്കുളത്തിൽ താമര വിരിയുമെന്ന്. ആ വിശ്വാസവും ആ താമരയും MTയുടെ എഴുത്തിലൂടെ തിരശീലയിൽ എത്തിയപ്പോൾ നീലത്താമരയായി മാറി. മലയാളത്തിലെ എക്കാലത്തെ മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായ MT ഹരിഹരൻ കോംബോ സമ്മാനിച്ച പല ചിത്രങ്ങളിലും ഭാരതപ്പുഴയുടെ പശ്ചാത്തലമുണ്ടായിരുന്നു. 3 ചെറുപ്പക്കാരുടെ പ്രണയവും വിരഹവും പറഞ്ഞ MT തിരക്കഥ രചിച്ച നഗക്ഷതങ്ങളിൽ നിളയെക്കുറിച്ച് ONV എഴുതിയ ഗാനം ജനപ്രിയമായി മാറി. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളെ. നായകൻ പ്രണയാർദ്രമായി ഉള്ളു തുറക്കുന്നതിന് നിള ശ്രോതാവായ നിമിഷം. നായികയുടെ സൗന്ദര്യത്തിനൊപ്പം നിളയുടെ സൗന്ദര്യവും ചേർത്ത് ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന ഗാനവും നഗക്ഷതങ്ങളിലൂടെ നമ്മൾ കേട്ടു. ഇരു നായികമാരും സ്നേഹിക്കുന്നത് ഒരേ പുരുഷനെയാണെന്ന സിനിമയിലെ സുപ്രധാനമായ രംഗം നിളയുടെ തീരത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു നായിക പ്രണയത്തിൽ ആനന്ദിക്കുന്നതും മറ്റൊരുവൾ തൻ്റെ നഷ്ടമോർത്ത് വ്യാകുലപ്പെടുന്നതും അതേ തീരത്താണ്. മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ അവിസ്മരണീയമായ പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു അമൃതം ഗമയിലെ ഡോക്ടർ ഹരിദാസ്. മകനെ കൊന്നുകളഞ്ഞുവല്ലേ എന്ന ഒരു അമ്മയുടെ ചോദ്യത്തിനു മുന്നിൽ ഉള്ളു നീറി പുഴയുടെ ആഴങ്ങളിലേക്ക് കുറ്റബോധത്തോടെ നോക്കി നിൽക്കുന്ന ഹരിദാസിന്റെ ദൃശ്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. മലയാളത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായ ഒരു വടക്കൻ വീരഗാഥയിലുടനീളം നിള ഒഴുകിക്കൊണ്ടേയിരുന്നു. ചെറുപ്പം തൊട്ട് പ്രണയിച്ച പെണ്ണിന്റെ കല്യാണപ്പല്ലക്ക് നിളയുടെ തീരത്തൂടെ നടന്നകലുന്നത് വേദനയോടെ നോക്കി നിന്ന ചന്തു പറഞ്ഞു, എൻ്റെ മോഹം, എൻ്റെ ധ്യാനം, എൻ്റെ രക്തത്തിൽ, എൻ്റെ ഞരമ്പുകളിൽ 13-ാം വയസ്സ് മുതൽ കയറിയ ഉന്മാദം, അവളെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. ചന്തുവിൻ്റെ വിലാപങ്ങൾക്ക് നിള മാത്രം മൂകസാക്ഷിയായി. MTയുടെ എഴുത്തുകളിലെല്ലാം നിളയും തീരവും കൂടല്ലൂർ ഗ്രാമവും തറവാടും നാട്ടിടവഴിയിലെ കാഴ്ചകളുമൊക്കെ നിറഞ്ഞു നിന്നു. സേതുവിൻ്റെയും സുമിത്രയുടെയും കഥയ്ക്കൊപ്പം മലവെള്ളം സ്വപ്നം കണ്ടുണങ്ങിയ പുഴയുടെ കഥ കൂടിയായിരുന്നു കാലം. നാലുകെട്ടിൽ പാറുക്കുട്ടിയുടെയും കോന്തുണ്ണി നായരുടെയും പ്രണയത്തിന് സാക്ഷിയായ ഗുരുതിപ്പറമ്പ് നിളയുടെ തീരത്താണ്. ഒരിക്കൽ നിള കവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറിയപ്പോൾ ഗർഭിണിയായിരുന്നൊരു മുസ്ലിം യുവതിക്ക് MTയുടെ വീട്ടിൽ അഭയം നൽകിയതിനെക്കുറിച്ച് അസുരവിത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നിളയൊഴുകി തൻ്റെ തറവാടായ മാടത്ത് തെക്കേപ്പാട്ടിൻ്റെ ഉമ്മറപ്പടികളിൽ വരെ വെള്ളമെത്തിയതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു കാഴ്ചയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ. നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്ന നദി ഇന്ന് മണൽത്തരികൾക്കിടയിലെ ചെറിയൊരു ബിന്ദുവായി മാറിയതിനെക്കുറിച്ച് അദ്ദേഹം ശക്തമായി എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. കുറ്റിപ്പുറം യാത്രക്കിടയിൽ ട്രെയിനിൻ്റെയോ ബസ്സിൻ്റെയോ ജനാലകളിലൂടെ നിളയെ കാണുമ്പോൾ MTയുടെ മനസ്സുപോലെ നമ്മുടെ ഹൃദയവും വറ്റിയുണങ്ങിയ നിളയെക്കുറിച്ചോർത്ത് ദുഃഖിക്കാറില്ലേ? നിളയെ മലയാളികൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നദിയായി ഹൃദയത്തോട് ചേർത്ത് വെച്ചതിൽ MTയുടെ എഴുത്ത് വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിളയും തീരവും മലയാളത്തിലെ പ്രമുഖ ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറുന്നതിലേക്കുള്ള ആദ്യ തോണി അടിപ്പിച്ചത് MT തന്നെയാണ്. ഉറവ വറ്റാതെ നിളയൊഴുകുന്ന കാലം അത്രയും MTയുടെ മനോഹര വാക്കുകളും അദ്ദേഹം മനസ്സിൽ പ്രതിഷ്ഠിച്ച നിളയും നമുക്കൊപ്പം സഞ്ചരിക്കും, മനസ്സിന്റെ ഉള്ളിൽ നിർത്താതെ ഒഴുകും.
ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന MT വാസുദേവൻ നായർ എന്ന പകരക്കാരനില്ലാത്ത എഴുത്തുകാരൻ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ജീവിക്കാനും എഴുത്തുകൾ അറിയാനും സാധിക്കുന്നതിൽ സന്തോഷിക്കാം, അഭിമാനിക്കാം.